ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1606. ഇന്ന് മെയ് മാസം 24-ാം തീയതി 145-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്നൊരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിനമാണ്. പെന്തിക്കോസ്തി പെരുന്നാളിനെ തുടർന്നു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച, സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. പശ്ചാത്തലമൊന്നും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം ഒന്ന് വായിച്ചാൽ മതി. ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന പത്രോസും യോഹന്നാനുമൊക്കെ അവിടെ പുറത്ത് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ കണ്ടെത്തുന്നതാണ്. അവനെ കൂടെ ചേർക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവനിങ്ങനെ കരുണയോടെ അനുകമ്പയോടെ നോക്കുന്നത്. പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ നേരെ നീ നോക്കുക. ഞങ്ങളുടെ കൈവശം പൊന്നും പണമൊന്നുമില്ല. പിന്നെ ഉള്ളത് യേശുവിന്റെ വചനമാണ്. അതൊരു ധൈര്യമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാനല്ല, ഞങ്ങളുടെ കയ്യിലൊന്നും സൂക്ഷിക്കാറില്ല. എത്ര വലിയ ഒരു ധീരമായ നിലപാടായിരുന്നു. വ്യക്തിപരമായ ഇത്തരം സമ്പാദ്യങ്ങൾ വേണ്ടെന്നല്ല, അത് അമിതമാകുന്നുണ്ട്. അവനവനു വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവനവനെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് വേണ്ടി മാത്രം. അതിനുള്ളതാണോ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം? മറ്റുള്ളവരെ കൂടി പരിഗണിക്കണ്ടേ? ക്രിസ്തുവേശു ഇങ്ങനെ പറയുന്നുണ്ട്, സകല പ്രലോഭനങ്ങളിൽ ഏറ്റവും വലുത് ധനവുമായി ബന്ധപ്പെട്ടാണെന്നുള്ള വിചാരത്തിലാവും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെയാണ് മിക്കവാറും അവനവന്റെ അപ്പത്തിനു വേണ്ടിയുള്ള വല്ലാത്തൊരു നെട്ടോട്ടമാണ്. മോഹങ്ങളിൽ നിന്ന് വലിയ മോഹങ്ങളിലേക്കും, വലിയ മോഹങ്ങളിൽ നിന്ന് ക്രൂരമായ വ്യാമോഹങ്ങളിലേക്കും വീണുപോവുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിച്ചതും ജീവിക്കേണ്ടതും, പിന്നെ ദൈവത്തെ കൊണ്ടുകൂടിയാണ്, ദൈവ വചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുകൂടിയാണ്. അതെപ്പോഴാണ് ഓരോ മനുഷ്യനും ഒന്ന് തിരിച്ചറിയുന്നത്? പണം വേണ്ടെന്നല്ല, അപ്പം വേണ്ടെന്നല്ല, പണവും അപ്പവും ജീവിതത്തിലെ സകല ഭൗതിക വിഭവങ്ങളും ഒരുക്കിത്തരുന്ന, അനുകൂലമാക്കിത്തരുന്ന, സാഹചര്യങ്ങളെ ഏറ്റവും അനുകൂലമാക്കി തരുന്ന ദൈവത്തെ പലപ്പോഴും മറന്നുപോകുന്നു എന്നുള്ളതാണ്. പത്രോസിന്റെ ഓർമ്മപ്പെടുത്തൽ എത്രയോ വലുതാണ്. വെള്ളിയോ സ്വർണമോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഉള്ളതാവട്ടെ യേശുവാണ്. ഇന്ന് നമുക്ക് പറയാനായിട്ട് നേരെ തിരിച്ചാണ്. സ്വർണവും വെള്ളിയും ആവശ്യത്തിനുണ്ട്, ഒട്ടും യേശുവുമില്ല, യേശുവിന്റെ വചനങ്ങളുമില്ല. അതിനൊരു മാറ്റം വരാനായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ.